എനിക്ക് തൃപ്പൂണിത്തറ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അല്ല, അത് അങ്ങനെയാണ് ഞാൻ കേട്ടത്. എനിക്ക് തൃപ്പൂണിത്തറ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ആരാന്ന് എനിക്കറിയില്ല. എന്നെക്കാട്ടും ഒരു വയസ്സ് മുത്തട്ട പറഞ്ഞത് നല്ല കണക്ഷൻ റാഫിക്കാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആ ചേട്ടനോട് അഭിനയിക്കാൻ പറ്റി. പിന്നെ അജുക്ക, ഇത് വേറെ ഒരു യൂണിവേഴ്സ്. പിന്നെ ഞാൻ വരാം, കുറെ ചോദിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തരം യൂണിവേഴ്സും ഉണ്ട് ഇതിനകത്ത്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഐ വാക്ക് ലോൺലി റോഡ് എന്ന് പറഞ്ഞിട്ടൊരു. അത് ആഡല്ല, നമ്മൾ വെറുതെ യൂട്യൂബിലിട്ട ഒരു വീഡിയോ. കുറെ ആൾക്കാർ ഹിന്റെ പാട്ട് തന്നെയാണ് അത്. ഐ മീൻ ആ സമയത്ത് അത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിലേഷൻഷിപ്പ് ഗോസിപ്സ് ആണ് വരാറുള്ളൂ. പിന്നെ നാട്ടിലൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് പറയാറുണ്ട് ഫ്രണ്ട്സ്. പക്ഷെ ഞാനൊന്നും കേൾക്കാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. നാട്ടിലൊക്കെ നല്ലതും പറയുന്നുണ്ട്, മോശമായിട്ടും പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താണെന്നും പോയി ചോദിക്കാറൊന്നും. ഞാൻ ഫേമസ് ആയിരുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലപ്പോ ഇപ്പൊ ടീച്ചർമാരൊക്കെ ആയി പോയിട്ടുണ്ടാവും. അവര് പിള്ളേർക്കൊക്കെ പേരാന്ന് എനിക്ക് തോന്നണേ, പ്രായമാവുന്നില്ല. എന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കും. അതുപോലെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന കാരണം കൊണ്ട് തന്നെ കറക്റ്റ് കാര്യം പറയുമ്പോൾ ചിലർക്ക് അമ്മ വലിയ കാര്യമല്ലായിരിക്കും. നമ്മുടെ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അമ്മ ഓപ്പണായിട്ട് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അമ്മയായിരിക്കും മുന്നയിക്കുന്നത്. കാരണം അത് ഇഷ്ടമല്ലാത്തവരുണ്ട്. പക്ഷെ ഞാൻ കാരണം എൻ്റെ അമ്മ ഈ ലോകം മൊത്തം ഇപ്പൊ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എന്റെ ഭയങ്കര പ്രൗഡാണ്. നമ്മൾ ചെയ്തിട്ടു, നമ്മൾ ആഡിനൊക്കെ വിളിക്കുന്ന നമുക്ക് പേടിയാണ്. ഇവര് നമ്മളെ പറ്റിക്കും, നമ്മളെ ചതിക്കുന്ന സാധനമൊക്കെ അന്നത്തെ സമയത്ത് ഇവരെന്തോ നമ്മളെ വഞ്ചിക്കാൻ വിളിക്കും. പൈസ 10,000 രൂപ 8,000 രൂപയൊക്കെ ആയിരുന്നു അന്ന്. പണ്ട് എന്നോട് ചോദിച്ചിരുന്നു ഈ ഫോട്ടോ എടുത്ത് ലൈക്ക് ചോദിക്കുമ്പോ അരി മേടിക്കാൻ പറ്റുമെന്ന്. അന്ത കാലത്ത് ഞാൻ എല്ലാതും മേടിച്ച് സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കാരണം അങ്ങനെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ഉണ്ടായിട്ടുണ്ട്.